എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 ഞായറാഴ്ച. അപ്പോൾ നമ്മൾ കണ്ടിട്ട് രണ്ടാഴ്ചയായി അല്ലേ? കഴിഞ്ഞ സൺഡേ കുറച്ച് തിരക്കിലായിരുന്നു. തിരക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ സത്യമാവില്ല. സെബിയുടെ ഒരു പുതിയ ഗൈഡ് ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ആശയക്കുഴപ്പം കൂടി ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യാതിരുന്നത്. എന്തായാലും സെബിയുടെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടും വീഡിയോ ചെയ്യുകയുള്ളൂ. മുൻപ് ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും നൽകാറുണ്ടായിരുന്നില്ല. എൻ്റെ പോർട്ട്ഫോളിയോ റിവീൽ ചെയ്യുക അല്ലെങ്കിൽ ചില സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുക എന്ന കൃത്യം മാത്രമേ നിർവഹിക്കാറുള്ളൂ. ഇനി അങ്ങോട്ടും സെബിയുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഫെബ്രുവരി 1 ബജറ്റ്. ഫെബ്രുവരി 2 ഞായറാഴ്ച വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് ആയിരുന്നു 23,500. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിഫ്റ്റി 23,000 വരെ പോയേക്കാം. അതിനുശേഷം ഒരു ബുൾ റാലി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നായിരുന്നു. അപ്പോൾ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ 23,000 ടച്ച് ചെയ്യുക മാത്രമല്ല, അതും അവിടുന്ന് താഴെ പോയിട്ട് 22,780 പോയിട്ട് ഇപ്പോൾ 22,930 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയേക്കാൾ പരിതാപകരമാണ് മിഡ് ക്യാപ്പുകളുടെയും സ്മോൾ ക്യാപ്പുകളുടെയും അവസ്ഥ. വളരെ വലിയൊരു ക്രാഷാണ് ആ സെഗ്മെന്റിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. FII സെല്ലിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ആഴ്ചയിൽ FIIs നടത്തിയ സെല്ലിംഗ് 19,000 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയത്. അതിന് എഗൻസ്റ്റ് ആയിട്ട് DIS 18,742 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ FIIസിൻ്റെ 19,000 കോടിയെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് DISും ഏകദേശം 19,000 കോടിയുടെ തന്നെ ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രാഷിനുള്ള കാരണം, അതായത് മിഡ് ക്യാപ്പുകളുടെയും സ്മോൾ ക്യാപ്പുകളുടെയും ക്രാഷിനുള്ള കാരണം FII സെല്ലിംഗ് അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാരണം പലരും പറയുന്നത് അല്ലെങ്കിൽ പലരും വിലയിരുത്തുന്നത് ട്രംപിൻ്റെ ടാരിഫ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ട്രംപിൻ്റെ ടാരിഫ് വരുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവിടെ ഒരു ക്രാഷ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റ് രാജ്യങ്ങളിലും ക്രാഷ് ഉണ്ടാവണം. അപ്പോൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് പ്രതികൂലമായിട്ട് ഇതുവരെ ടാരിഫ് അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ടാരിഫിൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് മറ്റ് രാജ്യങ്ങളിലെ ഇൻഡെക്സിനെയാണ് കൂടുതൽ ബാധിക്കേണ്ടത്, ഇന്ത്യയുടെ ഇൻഡെക്സിനെ അല്ല. അപ്പോൾ കാരണം അതും അല്ല. ഇതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് MTF വഴി സ്റ്റോക്കുകൾ വാങ്ങിച്ച റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള മാർജിൻ കുറയുന്നത് മൂലം ട്രിഗർ പ്രൈസ് ഹിറ്റാകുന്ന ഒരു കാരണത്താലായിരിക്കണം സ്റ്റോക്കുകൾ താഴെ വരുന്നത്. രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഇവരുടെ പൊസിഷൻസ് ഒക്കെ സ്ക്വയർ ഓഫും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ വളരെ ലോ വോള്യത്തിലുള്ള ട്രേഡുകൾ ആണ് നടക്കുന്നത്. അവിടെ ബയേഴ്സും ഇല്ലാത്ത അവസ്ഥയിൽ സ്റ്റോക്കുകൾ ഒരുപാട് താഴെ വരുന്നതായിരിക്കും. ഇതുകൂടാതെ ചിലപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ചില കളികളും ഇതിൽ ഉണ്ടായേക്കാം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററുടെ കയ്യിൽ ഒരു 10-20 ലക്ഷം ഷെയർ ഉണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ ഒരു ഡെയിലി ആവറേജ് വോളിയം വെറും 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ആണെങ്കിൽ വെറും ഒരു ചെറിയ ക്വാണ്ടിറ്റി വിറ്റാൽ കൂടി ആ സ്റ്റോക്കുകളെ ആ ഓപ്പറേറ്റർക്ക് വളരെ താഴെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം എന്തായിരിക്കണം? പുള്ളി ഒരു ഓപ്പറേറ്ററാണ്, ഒരു മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റർ കൂടിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റി വിറ്റതിന് ശേഷം റീറ്റെയിൽ പാനിക് ക്രിയേറ്റ് ചെയ്ത് റീറ്റെയിലേഴ്സൊക്കെ വിറ്റ് അഴിക്കുമ്പോൾ താഴെ ലെവലിൽ നിന്ന് പുള്ളി വീണ്ടും അത് വാങ്ങിച്ച് അങ്ങനെ സ്റ്റോക്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതെൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ, ഉറപ്പൊന്നുമില്ല, എനിക്കറിയില്ല, അതിന് പ്രൂഫൊന്നുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനി സ്റ്റോക്കുകളൊന്നും പെർഫോം ചെയ്യില്ലേ? തീർച്ചയായിട്ടും പെർഫോം ചെയ്യും. പക്ഷേ ഒരു സിസ്റ്റമിക് ക്ലീൻ ഔട്ട് ട്രേഡുകൾക്ക് ശേഷം മാത്രം. അതായത് വീക്ക് ഹാൻഡ്സുകളൊക്കെ പുറത്താക്കിയതിന് ശേഷം, ഒരു പരിധിവരെ പുറത്താക്കിയതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പക്ഷേ അത് എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാവാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമാവാം, അല്ലെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷമാവാം. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം മാർക്കറ്റ് ഏകദേശം ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ലെവലിൽ നിന്ന് ഇനിയും സ്റ്റോക്കുകളൊക്കെ 20-25% ഇനിയും താഴെ പോയേക്കാം. പക്ഷേ നമുക്ക് മുകളിലേക്കുള്ള പൊട്ടൻഷ്യൽ, റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ വളരെ ഫേവറബിൾ ആണ്. അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കേട്ടോ. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് ഫേവറബിൾ അല്ല. പക്ഷെ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഒരു 25% ആണെങ്കിൽ റിവാർഡിൻ്റെ ചാൻസ് 100-200% പല നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിലും ഉണ്ടായേക്കാം. ഇപ്പോഴും മാർക്കറ്റിൽ നല്ല മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ ലഭ്യമാണ്.
ഈ കറക്ഷൻ ഒരു ടെമ്പററി കറക്ഷനായിട്ട് അല്ലെങ്കിൽ ആണ് ഞാൻ കരുതുന്നത്. ഒരു ബുൾ മാർക്കറ്റിലുള്ള ഒരു ഷോർട്ട് ടേം ബെയർ മാർക്കറ്റായിട്ടാണ് ഞാൻ ഈ കറക്ഷനെ ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്നാൽ 25% കൂടി കറക്റ്റ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ വാങ്ങിച്ചാൽ പോരെയെന്ന്. ആർക്കറിയാം? ഇനി 25% കറക്റ്റ് ചെയ്യോ, 20% കറക്റ്റ് ചെയ്യോ, 30% കറക്റ്റ് ചെയ്യോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അത് മാത്രമല്ല, മാർക്കറ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്ത് ബൗൺസ് ചെയ്താൽ അത് വളരെ ഒരു മാസീവ് ബൗൺസ് ആയിരിക്കും. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ബൗൺസ് ആയിരിക്കും. പല സ്റ്റോക്കുകളും ഒരു ദിവസം ഒരു പോസിറ്റീവ് ഡേ വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ചിലപ്പോൾ പല സ്റ്റോക്കുകളും 10 മുതൽ 15-20% റാലി ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ 10-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ റാലി വന്നാട്ടോ പല സ്റ്റോക്കുകളും 20-30 മുതൽ 50% വരെ റാലി ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റാലി തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ വാങ്ങിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം പോർട്ട്ഫോളിയോ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് വെക്കും. പണം വരുന്നതിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് ഈ ലെവലിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും താഴെ പോയി കഴിഞ്ഞാൽ അവിടെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇതൊരു ആടി സെയിലാണ്. ഈ സെയിൽ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒന്നായിരിക്കും, ചിലപ്പോൾ 2 വർഷത്തിലൊരു സെയിലായിരിക്കും. അപ്പോൾ ഈ സെയിൽ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ആ ഓഫർ എത്ര ദിവസങ്ങൾ കൂടി ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓഫർ വിനിയോഗിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഇപ്പോഴും പറയുന്നത് കേട്ടോ. ഒരു 3 വർഷം 5 വർഷത്തൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യൻ സ്റ്റോറി ഇൻടാക്റ്റ് ആണ്, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആണ്. 1-2 ക്വാർട്ടറിൻ്റെ റിസൾട്ടുകൾ മാത്രം നോക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വ്യൂ മാത്രമാണ് കേട്ടോ. ഇതൊരു ഇൻഡെക്സ് ബൈയിങ് റെക്കമെൻഡേഷനോ ഒരു സ്റ്റോക്ക് ബൈ റെക്കമെൻഡേഷനോ അല്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.